യെസ്, അപ്പൊ രാവിലെ 8 മുതൽ സംസ്ഥാനത്ത് 258 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പതിവ് പോലെ പോസ്റ്റൽ വോട്ടുകൾ തന്നെയാകും എണ്ണുക. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ ഫലം രാവിലെ 8:30 മുമ്പേ വന്നു തുടങ്ങും. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ഫലസൂചനകളും ഒക്കെ ഈ സമയം തന്നെ നമുക്ക് അറിയാൻ കഴിയും. 75,643 സ്ഥാനാർത്ഥികളാണ് മൊത്തത്തിൽ ജനവിധി തേടുന്നത്. യെസ്, അപ്പോൾ അതിന്റെ ഒരു സമഗ്ര റിപ്പോർട്ടുകൾ, വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും സജ്ജമാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കുമൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും നെഞ്ചിടിപ്പേറുന്ന നിമിഷങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്കിനി നമ്മുടെ തത്സമയ റിപ്പോർട്ടുകളിലേക്ക് കൂടെ പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് മൊത്തത്തിലുള്ള വിവരങ്ങൾ സുനിൽ നൽകും. കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലമും ഈ സമയം 2 മണിക്കൂറിന് തികച്ചില്ല എന്നതാണ്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം സുലൈസിലേക്ക് പോകാം. യെസ്, ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? യെസ് സുനിൽ, നെഞ്ചിടിപ്പേറുന്ന നിമിഷങ്ങളാണ്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട്. നിശ്ചയമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്രമേൽ വലിയ പ്രചാരണ യുദ്ധ കോലാഹലങ്ങൾ കൊടുക്കമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനം എത്തിയത് എന്നറിയാം. ഒപ്പം പലതരത്തിലുള്ള പ്രചാരണ വിഷയങ്ങളിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട്, അത് ജനവിധി എന്തായിരിക്കും കാത്തുവെച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയാണ്. ഈ അവസാന മിനിറ്റുകളിലും മൊത്തത്തിലുള്ള ഒരു സൂചനകൾ, വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ഇക്കുറി തദ്ദേശ വിധി എങ്ങോട്ടേക്ക് ചായും സുനിൽ? എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാത്തിരുന്ന തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഇനി കേവലം 2 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 8 മണിക്ക് തന്നെ ബാലറ്റ് പെട്ടി തുറക്കും. അതിനുശേഷം ഒരു 8:30യോടുകൂടി തന്നെ നമുക്ക് ആദ്യ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്തുകളുടെ അടക്കമുള്ള ഫലങ്ങളൊക്കെ 8:15, 8:20 തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും, തത്സമയം എത്തിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ ജിൽസിയും സൈഫും പറഞ്ഞതുപോലെ നമ്മളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വിധി അറിയാൻ ഇനി ബാക്കിയുള്ളത് കേവലം മണിക്കൂറുകളിൽ താഴെ മാത്രമാണെന്ന് പറയാം. നമുക്കറിയാം, കഴിഞ്ഞ 1 മാസക്കാലം കാടടച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണങ്ങൾക്കൊടുവിലാണ് സംസ്ഥാനം 2 ഘട്ടങ്ങളായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അനവധി പ്രചാരണ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കത്തിൽ സംസ്ഥാനം ചർച്ച ചെയ്തിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയും അനുബന്ധ സംഭവങ്ങളും ഒക്കെയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അങ്ങനെ നിരവധി സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ മാത്രമായിരുന്നു ആ സമയത്ത് ചർച്ചയായിരുന്നെങ്കിൽ പൊടുന്നനെ പ്രചാരണ വിഷയം മാറി മറിയുന്നത് നമ്മൾ കണ്ടു. അതിന്റെ ഒരു ലാസ്റ്റ് പീക്ക് ടൈമുകളിലേക്കൊക്കെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായിരുന്നു പ്രധാനമായും കേരളത്തിൽ ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം 2 ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും അത് വലിയ വിവാദമായി. ആദ്യഘട്ടം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില ആരോപണങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉയർത്തിയ ആരോപണങ്ങളാണെങ്കിൽ, പിറ്റേ ദിവസം നമ്മൾ കണ്ടത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടാവുന്നു. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ആ പരാതിയെ ചൊല്ലി ഉയർത്തിയ ചില വിവാദങ്ങൾ, അതും നമ്മൾ കണ്ടതാണ്. എന്തായാലും എന്തൊക്കെ വിവാദങ്ങൾ, ഏതൊക്കെ തലത്തിൽ, ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ, വോട്ടർമാരെ സ്പർശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അത് ഏതാണ്ട് ഒരു 9:30 മണിയോടുകൂടി നമുക്ക് മനസ്സിലാകും. എവിടെയായിരുന്നു വിവാദങ്ങൾ, ഏതൊക്കെ വിവാദങ്ങളാണ്, ഏത് തരത്തിലാണ് മുന്നണികൾക്ക് അനുകൂലമായത്, മുന്നണികൾക്ക് പ്രതികൂലമായത് എന്നൊക്കെ കാണാം, അറിയാം. കാത്തിരിക്കുക തന്നെ. എന്തായാലും ഇത്രയും കാലം കാത്തിരുന്നില്ല, ഇത്രയും ദിവസം കാത്തിരുന്നില്ല. ഇനി കേവലം മണിക്കൂറുകൾ കൂടി നമുക്ക് കാത്തിരിക്കാം. നോക്കൂ, കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാകുന്ന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് മുന്നണികൾക്കും അത് വളരെ നിർണായകമാണ്, നേതാക്കൾക്കും അത് നിർണായകമാണ്. ചിലപ്പോ ചില രാഷ്ട്രീയ കക്ഷികളിലൊക്കെ അവരുടെ നേതൃത്വത്തെ പോലും, അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ ഫലം മാറി മറിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല, അതിശയപ്പെടേണ്ടതില്ല. അതിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രമൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2010 ഒഴിച്ച്
മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ എന്നും എക്കാലവും ഇടതോരം ചേർന്ന് നടന്നൊരു ചരിത്രമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മേൽ കൈ കിട്ടിയ ചരിത്രമുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അത് നമ്മൾ കണ്ടതാണ്. ജില്ലാ പഞ്ചായത്തുകളായാലും കോർപ്പറേഷനുകളായാലും നഗരസഭകളായാലും ഒക്കെ LDF തൂത്തുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ അത് തന്നെയാണ് അവസ്ഥ. ആ മേധാവിത്വം ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്നതാണ് LDF ഉറ്റുനോക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യഘട്ടം മുതൽ ആദ്യാവസാനം മുതൽ LDFും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന CPM ഒക്കെ പയറ്റിയത്. അതിന് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയ നിരവധി ആരോപണങ്ങളുണ്ട്. ഒപ്പം കോൺഗ്രസ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുണ്ട്. ഒടുവിൽ ക്ഷേമ പെൻഷനുകളുടെ വർധനവുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങൾ 9.5 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് അവർ അതിനെ ആ തെരഞ്ഞെടുപ്പിനെ റൈസ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. UDFനെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം കഴിഞ്ഞ 2 ഘട്ടങ്ങളായി സംസ്ഥാനത്തിന്റെ ഭരണം LDF തുടർച്ചയായി ഭരിക്കുന്നു. ഇനി മൂന്നാമത് അവർക്കൊരു സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി അവരും ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന അവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും അത് ഗുണം ചെയ്തോ, ആ അസ്ത്രങ്ങൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ ഒരു മേധാവിത്വം അവസാനിപ്പിച്ച് UDFന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇതാ ഞങ്ങൾ ഇവിടെ കരുത്ത് കാട്ടിയെന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമോ എന്നതാണ് ഒരു ചോദ്യം. മറ്റത് BJP ആണ്. BJPയെ സംബന്ധിച്ച് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, അവരുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ അവരെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരിക. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒക്കെ ചുമതല രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ അധ്യക്ഷ പദവിയെ തന്നെ മറുവിഭാഗം ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ്. മാത്രമല്ല BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയെങ്കിലും അക്കൗണ്ട് തുറക്കണമെങ്കിൽ, അങ്ങനെ തുറക്കാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും നേടിയേ പറ്റൂ. അങ്ങനെ അനധിവിദൂര ഭാവിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ പല തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. സൈഫു ജിൽസി കാത്തിരുന്ന് കാണണം ആരൊപ്പമായിരിക്കും കേരളമെന്ന്. അതിനി കേവലം മിനിറ്റുകൾ മാത്രമാണുള്ളത്. എന്തായാലും അതിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാം, നെഞ്ചിടിപ്പോടെ ആകാംക്ഷയോടെ സഞ്ചരിക്കാം. തീർച്ചയായിട്ടും സുനിൽ, നമ്മളും സഞ്ചരിക്കുകയാണ്. നമ്മളും വളരെ ആകാംക്ഷയോടുകൂടെ തന്നെ നോക്കി കാണുകയാണ്. രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ വന്ന കൂടുതൽ പോസ്റ്റുകൾ ഉറക്കം വരുന്നില്ല അല്ലേ? അതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വരാത്തൊരു രാത്രി തന്നെയായിരുന്നു. അപ്പോൾ അത്